ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്ടിവ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗത്തൊരു സൗണ്ട്, പിന്നെ മിറർ സെറ്റ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ജന സർവീസ്, ഓയിൽ ആവശ്യമുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓയിൽ മാറ്റുക, അതുപോലെ ഫോർമാറ്റഡ്, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ജന സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം പോലും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പുതിയ ബ്രേക്ക് ഷൂ ആണ്, ഹോണ്ടയുടെ കമ്പനി ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബാക്ക് വീട് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ബാക്കിൽ ടയറിനായാലും കംപ്ലൈൻ്റ് ഒന്നുമില്ല, ടയറും അത്യാവശ്യം ഉപയോഗിക്കാം. അതുപോലെ വീട് ഹബിനായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഒരു ക്ലച്ച് വർക്ക് ചെയ്തതിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാതെ വേറെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോക്സ് ഡ്രൈവ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നമുക്കൊന്ന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കി, ബെൽറ്റും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ നമുക്ക് ലെവലൊക്കെ കാണിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ട് എയർ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്, അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, ഒരു ആമറോൺ പറഞ്ഞ കമ്പനി തന്നെയാണ്. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.780 റേഞ്ചിലേക്ക് വോൾട്ട് വരുന്നുണ്ട്. ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കേട്ടോ ഏകദേശം ബാറ്ററി ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 7.35 8 വോൾട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ 7.5 വരെ വന്നിട്ടുണ്ട് വോൾട്ട്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി കയ്യോടെ മാറ്റിക്കളയുക, അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യണം. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. അത് മീറ്റർ കംപ്ലൈൻ്റ് ആണ്, മീറ്റർ സ്റ്റക്കായി പോയിരിക്കുകയാണ്. അത് മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് സ്പീഡോമീറ്റർ വർക്കിംഗ് ആവുള്ളൂ. പിന്നെ നമ്മൾ കണ്ടൊരു കംപ്ലൈൻ്റ് ആണ്, ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയ്യോടെ ചെയ്ത് പോയിരിക്കും, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 2 ഫോർക്ക് കൊണ്ട് അയച്ച് അതിൻ്റെ ഓയിൽ സീലും അതിൻ്റെ ഓയിലും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പൈപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അയച്ചു കഴിഞ്ഞാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഹാൻഡിൻ്റെ സൗണ്ട് കാണിച്ചിട്ട് ഈ ഒരു പീസ് പൊട്ടിപ്പോയിരിക്കാം, ഈ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയിരിക്കാം. നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും സൗണ്ട് ഇല്ലാത്ത രീതിയിൽ ടൈയൊക്കെ എടുത്ത് പിടിപ്പിച്ച് റീസെറ്റ് ചെയ്യാം. പിന്നെ മിറർ സെറ്റ് ചെയ്തൊരു കേസ് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഈ വണ്ടിയിലത്തെ റൈറ്റ് സൈഡ് മിറർ ഇതാണ്, ഈ ഭാഗം കണ്ടോ ബെൻഡായി പോയിരിക്കുകയാണ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മിറർ പൊസിഷനിൽ ഇരിക്കില്ല. അപ്പം നമുക്ക് ആ മിറർ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മിറർ ഞാൻ എസ്റ്റിമേറ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ ഒരു ഗാർണിഷ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഓരോ ലോക്കുകളാണ് വരുന്നത്. സ്ക്രൂ ഒന്നല്ല, ലോക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ് തിരിക്കുന്നത്. ആ ലോക്ക് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇട്ടിപ്പിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കത് സാധനം ഓർഡർ ചെയ്ത് എത്തിയിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലൈൻറ്റ്സും ഇല്ല. പിന്നെ ഫോർമാറ്റൊക്കെ ഇടാനാണ് പറയുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നമ്മളതിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത് എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ഫോർമാറ്റ്, പിന്നെ അതുപോലെ ആ മിറർ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഫ്രണ്ട് ഓയിൽ ലീക്കിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയച്ചു കഴിഞ്ഞാലാണ് ഈ പൈപ്പിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൂടി കണക്കാക്കിയിട്ട് വേണം അയക്കണമെങ്കിൽ. അത് പോക്കറ്റ് കേസ് നമുക്ക് നോർമലി ചെയ്യുമ്പോൾ 1000-1500 നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പൈപ്പ് കൂടി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പൈപ്പിന് 700 ആ റേഞ്ചിലേക്ക് ഒരു പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് കണക്കാക്കി നോക്കിയിട്ട് വേണം അയക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.